ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യുന്നത് ഒരു കുഞ്ഞ് ചിക്കൻ സമൂസയാണ്. ഇതിനു വേണ്ടിയിട്ട് സമൂസ ഷീറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, ബ്രെഡ് ഉപയോഗിച്ചാണിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലില്ലാതെ ഒരു 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. അത് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് നന്നായിട്ട് ഉടച്ചു വെക്കാം. ഇനി നമുക്ക് സമൂസയിലേക്ക് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഇനി 2 വലിയ സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഈ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള നല്ലപോലെ വഴണ്ട് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നത്. ഇതൊന്ന് വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതിനു പകരം ചെറുതായിരിഞ്ഞ 2-3 പച്ചമുളക് ചേർത്താലും മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്, അതോടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഉടച്ചു വെച്ചിട്ടുള്ള പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് സമൂസയിലേക്ക് വേണ്ട ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി സമൂസ ഉണ്ടാക്കുമ്പോൾ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പേസ്റ്റ് ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് മൈദ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം ലൂസായി പോകരുത്, കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റ് തന്നെ ഉണ്ടാക്കാം. എന്നാലാണ് ശരിക്ക് ഒട്ടിച്ചെടുക്കാനും പറ്റുള്ളൂ. ഇതുപോലെ നല്ല തിക്കാക്കി എടുക്കുക. കുറച്ച് ബ്രെഡ് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു വെച്ചതാണിത്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്കൊരു റോളർ ഉപയോഗിച്ച് പരത്തിയെടുക്കാം.
വാങ്ങിച്ച ഉടനെയുള്ള നല്ല സോഫ്റ്റ് ബ്രെഡ് തന്നെ വേണം, എന്നാലേ പരത്തിയെടുക്കാനും പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോവും. നല്ല തിന്നായിട്ട് ഇതുപോലെ നല്ലപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വക്കുകളൊക്കെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നടുവിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് ഇതുപോലെ മടക്കിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഒട്ടിക്കുമ്പോൾ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് തന്നെ ഒട്ടിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിലെ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും. ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സമൂസയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ടറ്റം ഒന്ന് വളച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഒരു 3/4 ഭാഗത്തോളം ഇട്ട് കൊടുത്താലും മതിയാവും. ചിക്കൻ ഫില്ലിങ് ഇട്ട് കഴിഞ്ഞാൽ ഇനി മൈദ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഈ വക്കുകളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് അമർത്തിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യാം. ഇനി ഓരോ സൈഡായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സമൂസ എല്ലാം ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.